മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു പൈനാപ്പിളാണ് എടുക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എനിക്കിവിടെ 250 ml കപ്പിൽ 2 കപ്പ് കണക്കിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പൈനാപ്പിൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വേവിക്കാനായിട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ആ പൈനാപ്പിളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരും. ഇപ്പോൾ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി ആ പൈനാപ്പിളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആ വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കണ്ട. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പഞ്ചസാര ഉള്ളത് കൊണ്ട് പെട്ടെന്ന് സ്റ്റിക്കി ആയി പോവും. ഈ ഒരു കണക്കിന് എടുത്തു കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട പാല് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഞാൻ 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും സൈഡെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ബീറ്റ് ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന ക്രീം മധുരം കുറവാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. ക്രീം ഇപ്പോൾ നല്ലപോലെ സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പൈനാപ്പിളിൻ്റെ ജാം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ജാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിലേക്ക് ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ബ്രെഡും പാലിൽ ഇതുപോലെ ഒന്ന് കുതിർത്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ 4 എണ്ണമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മേളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേളിലായിട്ട് വീണ്ടും ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ പാലിലൊന്ന് സോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മേളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള പകുതി പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള ക്രീം മുഴുവനായിട്ട് ഇതിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മേളിലായിട്ട് കുറച്ച് പൈനാപ്പിൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് 4-5 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. നന്നായിട്ട് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പുഡിങ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.